അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1431. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖല അലാ ഷാബിൻ, ഒരു യുവാവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. വഹുവ ഫിൽ മൗത്ത്, അദ്ദേഹം മരണാസന്ന രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് ഉള്ളത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കൈഫ തജിദുക്, എന്താണ് നിന്റെ അവസ്ഥ, നിന്റെ ഖൽബിന്റെ അവസ്ഥ എന്താണ്, നിന്റെ മനസ്സ് എന്ത് നിന്നോട് മന്ത്രിക്കുന്നു, എന്താ നിന്നോട് പറയുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അർജുല്ലാഹ്, നിശ്ചയമായി ഞാൻ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിനെയും അവന്റെ വിശാലമായ ആഫുവിനെയും ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റഹ്മത്തിന് ഞാൻ ചോദിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇന്നി അഖാഫു ദുനൂബി, അതോടുകൂടെ എൻ്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ പേടിക്കുന്നു, റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നുണ്ട്, അതോടുകൂടെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യജ്തമിആനി ഫി ഖൽബി അബ്ദിൻ ഫി മിത്ലി ഹാദൽ മൗത്തിൽ, ഇത്തരം ഘട്ടത്തിൽ, ഇത്തരം സന്ദർഭത്തിൽ ഒരടിമയുടെ ഹൃദയത്തിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടുകയില്ല. ഇല്ലാ അഅ്താഹു അല്ലാഹു മാ യർജു, അവൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു നൽകിയിട്ടല്ലാതെ. ആമനഹു മിമ്മാ യഖാഫ്, അവൻ ഭയപ്പെടുന്ന ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം കൊടുത്തിട്ടല്ലാതെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് എപ്പോഴും അങ്ങനെയായിരിക്കണം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, പ്രതീക്ഷയും വേണം, അതോടുകൂടെ പേടിയും വേണം. എന്തെങ്കിലും ഒരു ചെറിയ ഇബാദത്ത് ചെയ്യുമ്പോഴേക്ക് വെറും പ്രതീക്ഷയായി മാത്രം കുത്തിരിക്കാൻ പാടില്ല. എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോകുമ്പോൾ ഞാൻ എന്താണ് നരകത്ത് കാണി, ഞാൻ രക്ഷപ്പെടൂല, അങ്ങനെ ആ രൂപത്തിലും ആകാൻ പാടില്ല. അതേ സമയത്ത് നാം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കണം, വിശാലമായ അളീമായ ആഫുവിനെ പ്രതീക്ഷിക്കണം. അതോടുകൂടെ പടച്ചോനെ ചെയ്തു പോയ തിന്മകൾ അത് റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും, എന്നെ ശിക്ഷിക്കപ്പെടുമോ എന്ന പേടിയും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവണം. ഇത് രണ്ടും കൂടെ ഒരാളെ ഖൽബിലുണ്ടോ, അല്ലാഹു തആല അവൻ ആഗ്രഹിക്കുന്നത് കൊടുക്കും, അവൻ ഭയപ്പെടുന്നതിനെ കുറിച്ച് അള്ളാഹു നിർഭയത്ത് നൽകുമെന്നാണ് ഈ ഹദീസ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുഅ്മിനീങ്ങളുടെ സ്വഭാവം ഉൾക്കൊണ്ട ഈ രൂപത്തിൽ പ്രതീക്ഷയും പേടിയുമുള്ള യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.